ഉമ്മച്ചാ ഗിരിരാജൻ കോഴിയെ നമുക്ക് കഴുകിയെടുക്കാം. വെള്ളം ഒഴിച്ചോ. കഴുകിയിട്ടുണ്ട്. ഇനി അതിലിട്ടിട്ട് കഴുകുക. മുട്ടയൊക്കെ ഉണ്ട്, നല്ല മുട്ട. അതാ ഗിരിരാജൻ കോഴിയാണെങ്കിൽ മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പെൺകോഴിയാണ്, പെൺകോഴി. മുട്ടക്കോഴി. മുട്ടയിടുന്ന പോവനും ഉണ്ട്. 2-3 പ്രാവശ്യം കഴുകി. ഇനി ഒന്നുകൂടി കഴുകിയെടുക്കതാ. മുട്ട കണ്ട, മുട്ട ആദ്യം മുട്ട ഇടണം, അല്ലെങ്കിൽ മുട്ട പൊട്ടും. അതുകൊണ്ടാണ് ആദ്യം മുട്ടയിൽ തുടങ്ങിയത്. ഇത് വെട്ടിയെടുക്കുമ്പോൾ തന്നെ മഞ്ഞളൊക്കെ തേച്ചു. അതുകൊണ്ട് ഇനി മഞ്ഞളൊന്നും അധികം വേണ്ട ആവശ്യമില്ല. എന്താ മഞ്ഞ കളറ്. ആന്റിബയോട്ടിക് അല്ലവേ, ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ആന്റിസെപ്റ്റിക് ആണെന്ന്. നമ്മളിതുവരെ ആന്റിബയോട്ടിക് എന്നല്ലേ പറഞ്ഞത്. അല്ല, അതൊക്കെ തെറ്റൊക്കെ വരും, അതൊന്നും കാര്യമില്ല. അല്ല, അപ്പോഴത്തെ പോലെ മുട്ട എവിടെ? ആദ്യം മുട്ട ഇടണം എന്നാണ് ഞാൻ ആദ്യമേ ഇതിട്ട് കഴിഞ്ഞു. മുട്ട. അപ്പൊ ഉമ്മച്ചാ പൊടി ഇട്. മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി പറഞ്ഞ മഞ്ഞപ്പൊടി. മുളക് പൊടി ഒരു വലിയ സ്പൂൺ മുളക് പൊടി. ഒന്ന് പോരാ, മുളക് പൊടി എപ്പോഴും 2 സ്പൂൺ. 2 സ്പൂണാണ്. 2 സ്പൂൺ. ഇനിയോ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഒരു 2.5 അല്ലേ. എപ്പോഴും പൊടി മല്ലിപ്പൊടി ഇല്ലേ, മുളക് പൊടി കൂടുതൽ മതി. 2 സ്പൂൺ. ചിക്കൻ മസാല അത് 1 മതി. 1 മതി. മതി. കുന്നല വരണ്ട. കുരുമുളക് പൊടി അത് 1 സ്പൂൺ മതി. നമുക്ക് ഇനി അതൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാം കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് പിണഞ്ഞ് വെക്കാം. മിക്സ്. പക്ഷെ ഉപ്പ് വേണം കേട്ടോ. ഉപ്പ് എടുത്തേരാ. ഉമ്മച്ച ഉപ്പിട്, പറയാത്ത മുന്നേ ഇട്ട് കഴിഞ്ഞാ പിടിക്കട്ടെ ഉപ്പ്. ഗിരിരാജൻ കോഴി വെക്കാനുള്ളതാ പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായി, നല്ല ചൂടായി. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില, ഓയിലായി ഇപ്പോൾ. എണ്ണ ചൂടായി. പട്ട ഗ്രാമ്പു എന്താ ചൂട്. പൊട്ടിത്തെറിച്ചു. കറിവേപ്പില, ചെറിയ ഉള്ളിയാണ്. അത് പ്രാധാന്യമൊന്നും പറ്റില്ല. പയർ മാത്രമേ ഉള്ളൂ. ഇതാ പച്ചമുളക് നടുവ് 4 മുറിച്ചു, അല്ലെങ്കിൽ 2. അതന്നെ മുറിച്ചത്, കീറിയത്. വലിയ ഉള്ളി കൊഞ്ചം കുനുകുനൂന്നായിരുന്നു അല്ലേ, ചെറുതായി. അല്ലെങ്കിൽ എപ്പോഴും കുനുകുനാണ്, ഇപ്പൊ ചെറുതായിട്ടാണ്. പിള്ളേരൊക്കെ പഠിച്ചു പോയി. പക്ഷെ ഇങ്ങനെ സംസാരിക്കണ്ടാ. നമ്മുടെ സൗദിയിലെ കൂട്ടുകാരന്മാര് അധികം സംസാരം വേണ്ട, നാവടക്കും പണിയെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാരണം ഉമ്മച്ച അധികം സംസാരം വേണ്ടാട്ടാ. തക്കാളി ഇടാ, പക്ഷെ ഇത്തിരി ആദ്യം മാറ്റി വയ്ക്കും, ഇത്ര വേണ്ട. എന്താ അപ്പൊ ഞാൻ ഇളക്കി വിടാം. കുഞ്ഞ് ഇളക്കിക്കോ. 2 കൂടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ആര്? അണ്ണാച്ചി ഫാൻസ് വന്നിട്ടാ. ഹോൾസെയിൽ മുച്ച. ഇനി നമ്മ പൊടി നേരത്തെ ഇട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഓരോ സ്പൂണ് ഇതിലിട്. ചിക്കനിൽ ഇട്ടിട്ട് നമ്മ പിണഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഇതില് അധികം വേണ്ട. 1 മല്ലിപ്പൊടി, 1 കുരുമുളക് പൊടി, 1. അത് അത്ര വേണ്ട. ഏത് ചിക്കൻ മസാല? അത് 1 സ്പൂൺ വേണ്ട, അത് കുന്നൽ വരണ്ട. അര മതി. ഇത്തിരി കുരുമുളക് സാധാ ഇതായിട്ടിട്ട് കടുകടുന്നിരിക്കും. ഉപ്പും മല്ലിത്തഴയും.
ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. എന്താണ് അന്നാച്ചി അടിപ്പിടിക്കാൻ തുടങ്ങും. അതാണ്. ആ വെള്ളം ഒഴിച്ചോ. ആ മതി മതി മതി. മച്ചാ ചിക്കൻ കമത്തിക്കോ. ഒരു അരമണിക്കൂർ റെസ്റ്റിന് വെച്ചതാണ്. അത് പറഞ്ഞാൽ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിണഞ്ഞ് വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റിന് വെച്ച ചിക്കനാണ്. കൈ കൊണ്ട് വാരിയിടേ. അതോ ആ പീസോ? അവസാനത്തെ ചട്ടി ഒരു ഭാഗത്തേക്ക് പോകണ്ട. പിടിച്ചടക്ക്. ആ കറിയൊക്കെ ആയിക്കൊണ്ട് എന്താ കളർ കണ്ട. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. എന്നാ ചെയ് നമ്മളെ കുറെ നേരമായില്ല ഇത് അടച്ച് വെച്ച് വേവിച്ചു. ഇപ്പൊ തുറന്നും വെച്ച് വേവിച്ചു. ഇതാ വെള്ളമൊക്കെ പറ്റി. ആ ഉഷാറായി പറഞ്ഞാ നോക്ക്. എല്ലാം വെന്തും ചെയ്തു. അടിപൊളിയല്ലേ. ഇനി മല്ലി കറിവേപ്പില ഇട്ട് കൊടുത്തോ. ആദ്യം കറിവേപ്പില മതി. ഇറക്കി വെക്ക മതി. ഇത് തിളക്കാൻ പാടില്ല. ഇവിടെ സമയം കുറേ ആയി കണ്ട, ഇരുട്ടായി. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സമയം എടുക്കും പറഞ്ഞാൽ എത്ര സമയം? 1.5 മണിക്കൂർ കഴിഞ്ഞു. അതുകൊണ്ട് ഇതാ ഇത് ഇറക്കി വെക്കന്നെ. ഇന്ന് ഞങ്ങള് ഇതാ ഗിരിരാജൻ കോഴിയൊക്കെ വെച്ചിട്ട് നൂൽപുട്ടാണ് അല്ലേ? ആ നൂൽപുട്ട് പറഞ്ഞ ഇടിയപ്പം. ഗിരിരാജൻ കോഴി. ഗിരിരാജൻ കോഴി പറഞ്ഞു കഴിഞ്ഞില്ലേ വേഗം എത്ര സമയം എടുക്കും? മൂത്തത് വാങ്ങണ്ട. ഞാൻ അപ്പളും പറഞ്ഞത് മൂത്തു കേട്ടില്ല. അത്ര മൂത്തിട്ടൊന്നും ഇല്ല എന്ന് വിചാരിച്ചത്. പക്ഷെ നന്നായി മൂത്തല്ലേ. കറി ഒഴിച്ചു കൊടുക്കുന്നത് കറണ്ട് വേറെ എടുക്കണ വേണ്ട. അപ്പോഴേ ഞങ്ങളിതാ കോഴിക്കറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴിക്കാൻ പോകണം. അഞ്ചമാരെ കം അറ്റാക്ക്. അറ്റാക്കല്ല കമ്മ്. നീ അറ്റാക്കണം. എടുത്തോ. എനിക്ക് പറ്റില്ല. ചൂട് പൊളി സാധനം കേട്ടോ. മൂത്തുണ്ടെങ്കിലും സമയം എടുത്തല്ലോ ചേട്ടായി. അടിപൊളി. ഗിരിരാജനല്ലേ നല്ല മൂത്ത സാധനമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു 1.5-2 മണിക്കൂറോളം വേവിച്ചു. പക്ഷെ വേവിച്ച് കിട്ടിയെങ്കിലും അടിപൊളി സാധനം അല്ലേ? കഴിക്കുമല്ലേ? നല്ല സ്വയംഭം സാധനം പറയല്ലേ? പറയും. നല്ലത്. ഗിരിരാജൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വേവ് കൂടും. ഈ ബോയിലർ കോഴി പോലെയല്ല, നല്ല വേവ് കൂടും. പക്ഷെ സാധാ നമ്മുടെ നാടൻ കോഴിയില് ആ ലെവലിൽ വരും. വെന്ത് വന്നോ അമ്മച്ചാ? എങ്ങനെയുണ്ട്? കറിയൊക്കെ സൂപ്പറുണ്ട്. എന്താണെന്നറിയോ, നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഉപയോഗിക്കുന്നോണ്ടേ നല്ല നാടൻ കോഴിന്റെ ഒരു ഇറച്ചിട്ട് ഇതില്ലേ, ഉറപ്പുള്ള ഇറച്ചി അന്ന പോലെ ഉണ്ട്. ഉമ്മച്ചൻ കഴിച്ചിട്ടില്ലാന്നുള്ളൂ, ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഗിരിരാജനൊക്കെ ഇഷ്ടംപോലെ. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇത് നമ്മള് വെക്കുമ്പോ അത് വേറെ ടേസ്റ്റ് വരുമല്ലോ. അതുകൊണ്ടാണ് അതിന്റെ ഒരു വ്യത്യാസമായ ഒരു ഫീല്. ഞങ്ങൾ ഇറ്റായത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്തിരി കൂടി ഒന്ന് മുറുക്ക് രസമില്ല. ഇതും കൂടി പടയാറ്റില്ല. നമുക്ക് എല്ലാവരും കൂടി ഒരു ടാറ്റ കൊടുത്തോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അത്രേ നമ്മൾ പറയുള്ളൂ. ഒരു സപ്പോർട്ട്. അടുത്ത വീഡിയോയിൽ കാണാം.